സംസ്ഥാനത്ത് നാശം വിതച്ച് മഴ മിക്കയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴ കനത്തതോടെ പാബ്ല, കല്ലാർകുട്ടി, മലങ്കര ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നിട്ടുണ്ട്. പെരിയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത തുടരണം. ജലാശയങ്ങളിലെ ശക്തമായ നീരൊഴുക്ക് കണക്കിലെടുത്തുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബോട്ടിംഗ് വിലക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ട്രക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മൂന്നാറിലെ വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തനം ആരംഭിച്ചു. മലയോര തീരദേശ മേഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരുക തന്നെ വേണം. ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ദുരിതത്തിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കാൻ ചേരുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്നും. CK അഭിലാലിലേക്ക്, പത്തനംതിട്ടയിലേക്ക്. അഭിലാൽ, പത്തനംതിട്ടയിൽ ഇന്ന് മഴയ്ക്ക് പൊതുവേ ശമനമുണ്ടല്ലോ. അതേസമയം ഈ വെള്ളക്കെട്ട് അത് ഒട്ടുമിക്ക ജില്ലകളിലെയും ജനങ്ങളെ വല്ലാതെ ദുരിതത്തിലാഴ്ത്തുന്നുണ്ട്. അതുതന്നെയാണോ അവിടുത്തെയും സ്ഥിതി? പുതുതായി എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു കനത്ത മഴ പെയ്തൊഴിഞ്ഞു എന്നതിനാൽ തന്നെ കാര്യമായ പ്രശ്നങ്ങളിലേക്ക് ഇന്ന് എത്തിയിട്ടില്ല. അതേസമയം പുഴകളൊക്കെ തന്നെ കര കവിഞ്ഞ് ഒഴുകുകയാണ്. തിരുവല്ല മേഖലയിൽ രണ്ടിടങ്ങളിൽ നിന്നായി ആളുകളെ ഏറെക്കുറെ 35ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണിമലയാറിന്റെ തീരപ്രദേശങ്ങൾ, തിരുവല്ല നഗരസഭാ പരിധിയിൽ 18-ാം വാർഡ് മംഗലശ്ശേരി കോളനി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നായി 24 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഏറെക്കുറെ 100ഓളം പേർ തൊട്ടടുത്ത് തന്നെയുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിയുന്നുണ്ട്. മറ്റൊന്ന് അപ്പർ കുട്ടനാടൻ മേഖലയായ കടപ്ര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ വരുന്ന വരമ്പിനകത്ത് മാലി, ആ പ്രദേശത്തു നിന്നാണ് 15ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. പന്തളത്ത് കടക്കാട് മേഖലയിൽ ഒരു വീടിന്റെ ഭിത്തിയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു. കാലപ്പഴക്കം കൂടി ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. 4 പേർ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആർക്കും കാര്യമായ പരിക്കില്ല. നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മറ്റൊരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നദികൾ 3 കരതൊട്ട് ഒഴുകുകയാണ്. പക്ഷേ ഏതെങ്കിലും മേഖലകളിൽ വെള്ളപ്പൊക്കം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തെ ജലനിരപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴയുടെ കുറവ് പ്രകടമായി തന്നെ വെള്ളത്തിന്റെ അളവിലും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡാമുകൾ, ജലസംഭരണികൾ ഒക്കെ തന്നെ പകുതിയിലും ഏറെ താഴെയാണ് നിലവിലെ ജലനിരപ്പ്. പമ്പ ഡാമാണ് ഏറ്റവും വലുത്. അതിൻ്റെ പരമാവധി സംഭരണശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജലനിരപ്പ് 26.27 മാത്രമാണ്. കക്കി ആനത്തോട് ഡാമാണ് മറ്റൊന്ന്. അത് 25% മാത്രം എത്തി നിൽക്കുന്നു. ചുരുക്കത്തിൽ ഏതാനും ആഴ്ച കൂടി കനത്ത മഴ പെയ്താൽ പോലും പ്രധാനപ്പെട്ട ഡാമുകൾ നിറയുകയോ തുറന്നു വിടേണ്ട തരത്തിലെ കാര്യങ്ങളോ എത്തുകയില്ല. അതേസമയം ജില്ലയിലെ ചെറിയ ഡാമുകളിലൊന്നായ മൂഴിയാർ ഡാം കഴിഞ്ഞ രാത്രി 11 മണിയോടുകൂടി തുറന്നു വിട്ടു. 193.26 മീറ്ററിലേക്ക് ജലനിരപ്പ് എത്തിയതോടുകൂടിയാണ് ഡാം തുറന്നുവിട്ടത്. കല്ലാറിൽ ഇതേ തുടർന്ന് നേരിയ തോതിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് പൊതുവെ പ്രസന്നമായ ഒരു കാലാവസ്ഥയിലേക്ക് ജില്ലയിൽ ആകെ സ്ഥിതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റനിഷ്ട സംഭവങ്ങൾ ഏതും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ക്വാറികളുടെ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിലെ ബോട്ടിംഗ്, ഖയാക്കിംഗ്, ഒപ്പം കുട്ടവഞ്ചി സവാരി എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം 30-ാം തീയതി വരെ തുടരും.